മക്കളെ, കഴിഞ്ഞ ആഴ്ചയിൽ വരെ നമ്മൾ മഹാഭാരതത്തിലെ വനപർവം എന്ന അധ്യായത്തിലെ കഥകൾ വരെയാണ് പറഞ്ഞു തീർത്തത്. ദുര്യോധനനും ശകുനിയും കൂടി ഒരുക്കിയ കള്ളച്ചൂതിൽപ്പെട്ട് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ രാജാവായിരുന്ന യുധിഷ്ഠിരന് സമ്പത്തും രാജ്യവും എല്ലാം നഷ്ടമായി. അതിൻ്റെ ഫലമായി ചൂതുകളിയിൽ തോൽക്കുന്നവർക്ക് ദുര്യോധനൻ നിശ്ചയിച്ച 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും അനുഭവിക്കുകയായിരുന്നു പാണ്ഡവ സഹോദരന്മാരും അവരുടെ പത്നിയായ ദ്രൗപദിയും. വനവാസകാലത്തിൻ്റെ അവസാന നാളുകളിൽ വിശപ്പും ദാഹവും സഹിക്കാതെ കുറച്ച് വെള്ളം കൊണ്ടുവരുവാൻ നകുലനെ യുധിഷ്ഠിരൻ അയച്ചു. നേരം ഏറെ കഴിഞ്ഞിട്ടും നകുലൻ തിരിച്ചു വരാതായപ്പോൾ സഹദേവനെയും അയാളെ കാണാതായപ്പോൾ അർജുനനെയും പിന്നാലെ ഭീമനെയും അന്വേഷണത്തിനായിട്ട് യുധിഷ്ഠിരൻ അയക്കേണ്ടി വന്നു. വളരെ സമയം നീണ്ട ഒരു അന്വേഷണത്തിന് ശേഷം കാട്ടിലെ ഒരു തടാകത്തിൻ്റെ കരയിൽ യുധിഷ്ഠിരൻ എത്തി. അവിടെ തൻ്റെ 4 സഹോദരന്മാരും മരിച്ചു കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ഇങ്ങനെ സംഭവിക്കുവാനുണ്ടായ കാരണം അന്വേഷിക്കാൻ തന്നെ യുധിഷ്ഠിരൻ തീരുമാനിച്ചു. അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് ദാഹം തീർക്കാം എന്ന് കരുതി അദ്ദേഹം തടാകത്തിന് സമീപത്തേക്ക് നടന്നു. അപ്പോൾ വനത്തിലൊരു അശരീരി കേട്ടു. വെള്ളം കുടിച്ചാൽ യുധിഷ്ഠിരനും മരിക്കുമെന്നും തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വെള്ളം ഉപയോഗിച്ചുകൊള്ളുവാൻ അനുവദിക്കുന്ന തരത്തിലുമായിരുന്നു ആ അശരീരി. യുധിഷ്ഠിരൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറായി. അപ്പോൾ വനത്തിൽ ഒരു യക്ഷനെ യുധിഷ്ഠിരൻ കണ്ടു. യക്ഷൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എല്ലാ ചോദ്യങ്ങൾക്കും യുധിഷ്ഠിരൻ കൃത്യമായ ഉത്തരം നൽകി. യുധിഷ്ഠിരൻ്റെ ഭവ്യതയിലും പാണ്ഡിത്യത്തിലും സംതൃപ്തനായ യക്ഷൻ താൻ യുധിഷ്ഠിരൻ്റെ പിതാവ് തന്നെയായ യമധർമ്മനാണെന്ന് വെളിപ്പെടുത്തി. തുടർന്ന് യുധിഷ്ഠിരൻ്റെ അനുജന്മാർക്കെല്ലാം ജീവൻ തിരിച്ചു നൽകുകയും ചെയ്തു. അന്ന് പാണ്ഡവരുടെ വനവാസകാലത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. യമധർമ്മൻ അപ്രത്യക്ഷനായപ്പോൾ യുധിഷ്ഠിരൻ അനുജന്മാരെയും കൂട്ടി കാമ്യകവനത്തിലെ അവരുടെ ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തി. അവിടെ എത്തിയ ശേഷം യുധിഷ്ഠിരൻ പാഞ്ചാലിയെയും അനുജന്മാരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും കേൾക്കുക, ഇന്നോടെ നമ്മുടെ 12 വർഷത്തെ വനവാസം അവസാനിക്കുകയാണ്. ഇനി 1 വർഷത്തെ അജ്ഞാതവാസവും കൂടി നമ്മൾ ആചരിക്കേണ്ടതുണ്ട്. വലിയ കഷ്ടപ്പാടുകൾ ഒന്നും കൂടാതെ എങ്ങനെയാണ് ആളുകൾ ചിലവഴിക്കാൻ കഴിയും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പാർത്ഥ, അതിന് പറ്റിയ സ്ഥലം ഏതെങ്കിലും നിനക്ക് അറിയുമോ? അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ, യമരാജൻ നമുക്ക് നൽകിയ വരത്തിൻ്റെ ശക്തിയാൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ ഈ ലോകത്തെവിടെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. എങ്കിലും നമുക്ക് ആവശ്യമായ മറ്റു സൗകര്യങ്ങൾ നോക്കുമ്പോൾ അതിന് ഉതകുന്ന സൗകര്യങ്ങളുള്ള കുറച്ച് സ്ഥലങ്ങളുടെ പേരുകൾ ഞാൻ പറയാം. കുരുരാജ്യത്തിന് സമീപം തന്നെ സുഭിക്ഷതയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ടല്ലോ. ചേതി, ശൂരസേനം, പാഞ്ചാലം, ദശാർണം, മത്സ്യരാജ്യം, നവരാഷ്ട്രം, പടച്ചരം, ശാല്വം, സൗരാഷ്ട്രം, മല്ലം, ഗാന്ധാരം, കുന്തിരാഷ്ട്രം, അവന്തി, ഇതൊക്കെ നമുക്ക് താമസിക്കാവുന്ന സ്ഥലങ്ങളാണ്. അങ്ങ് യുക്തമായത് ഒന്ന് തിരഞ്ഞെടുത്താലും. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, മാത്സ്യദേശം വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മത്സ്യരാജ്യത്തെ രാജാവ് വിരാടൻ നീതിമാനും ധർമ്മനിഷ്ഠയുള്ളവനുമാണ്. പോരെങ്കിൽ പാണ്ഡവ വംശത്തോട് മനസ്സുകൊണ്ട് അടുപ്പവും ഉള്ളവനാണ്. അദ്ദേഹം വൃദ്ധനുമാണ്. ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നമുക്ക് പ്രച്ഛന്ന വേഷത്തിൽ വേണമെങ്കിൽ താമസിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എത്തിയാൽ നമ്മൾ എന്തെല്ലാം ജോലികളിൽ ഏർപ്പെടണമെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇത് കേട്ട് അർജുനൻ ചോദിച്ചു, രാജാവേ, വിരാട നഗരത്തിലെത്തിയാൽ അങ്ങയ്ക്ക് എന്ത് പ്രവൃത്തി ചെയ്യാൻ കഴിയും? അങ്ങയുടെ താല്പര്യം എന്താണെന്ന് പറയൂ.
യുധിഷ്ഠിരൻ അല്പനേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, അനുജ, എനിക്ക് പകിടകളിയിൽ വളരെ താല്പര്യമുള്ള ആളാണ്. വിരാട രാജസഭയിലെത്തി കുങ്കൻ എന്ന പേരിൽ ഒരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് രാജാവിൻ്റെ സഭയിലെ ഒരംഗമായി ഞാൻ ചേരും. രാജാവിനെയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരെയും പകിടകളിയിലൂടെ രസിപ്പിക്കുവാൻ എനിക്ക് കഴിയും. ഭീമസേന, വിരാട രാജധാനിയിൽ നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ഭീമൻ ഇങ്ങനെ പറഞ്ഞു, രാജാവേ, പാചകകലയിൽ എനിക്ക് നൈപുണ്യമുണ്ട്. വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ വല്ലവൻ എന്ന പേരിൽ ഒരു പാചകക്കാരനായി ജോലി ചെയ്യുവാൻ എനിക്ക് കഴിയും. യുധിഷ്ഠിരൻ അർജുനനോട് ചോദിച്ചു, പാർത്ഥ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അർജുനന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ജ്യേഷ്ഠ, കയ്യിൽ ശംഖുവളകളും ദന്തവളകളും ചാർത്തി തലമുടി കെട്ടിവെച്ച് ബൃഹന്തള എന്ന പേരിൽ കൊട്ടാരത്തിലെ അന്തഃപുര സ്ത്രീകളെ നൃത്തവും വാദ്യോപകരണങ്ങളും അഭ്യസിപ്പിക്കുന്ന ഒരാളായി ജോലി ചെയ്യുവാൻ എനിക്ക് കഴിയും. അങ്ങനെയാകുമ്പോൾ എന്നെ ആരും തിരിച്ചറിയുകയുമില്ല. യുധിഷ്ഠിരൻ അത് സമ്മതിച്ചു. ശരി, നകുല, എന്താ നിനക്ക് ചെയ്യാൻ പറ്റുക? നകുലൻ പറഞ്ഞു, ജ്യേഷ്ഠ, അശ്വശാസ്ത്രം എനിക്ക് വശമുണ്ട്. അശ്വങ്ങളെ സംരക്ഷിക്കുക, അവയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ, അതിനുള്ള ചികിത്സ, അവയെ പരിശീലിപ്പിക്കൽ ഒക്കെ എനിക്ക് വശമുള്ള ജോലികളാണ്. ഗ്രന്ഥികൻ എന്ന പേരിൽ ഒരശ്വപരിപാലകനായി വിരാടൻ്റെ കൊട്ടാരത്തിൽ ഞാൻ ജോലി ചെയ്തു കൊള്ളാം. ഇനി സഹദേവ, നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? യുധിഷ്ഠിരൻ ചോദിച്ചു. സഹദേവൻ പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്ക് പശുക്കളെ പരിപാലിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ജോലിയാണ്. അവയ്ക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചും എനിക്ക് അറിവുണ്ട്. മാത്രമല്ല, ലക്ഷണമൊത്ത പശുക്കളെയും കാളകളെയും കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്തിപാലൻ എന്ന പേര് സ്വീകരിച്ച് വിരാട രാജാവിൻ്റെ ഗോശാലയിൽ ഒരു ജോലി നേടാൻ എനിക്ക് കഴിയും. എന്നെ ആരും തിരിച്ചറിയുകയുമില്ല. ഒടുവിൽ യുധിഷ്ഠിരൻ ദ്രൗപദിയുടെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, ദ്രൗപദി, പ്രിയേ, നീ ഒരു രാജകുമാരിയാണ്. ഒരു കൊട്ടാരത്തിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് സുവ്യക്തമായ അറിവ് നിനക്കുണ്ട്. എങ്കിലും ചോദിക്കുകയാണ്, നാം ഇനി അനുഭവിക്കേണ്ട അജ്ഞാതവാസത്തിൻ്റെ 1 വർഷക്കാലം വിരാടൻ്റെ കൊട്ടാരത്തിൽ നിനക്കെങ്ങനെ ചിലവഴിക്കാൻ പറ്റും? പാഞ്ചാലി പറഞ്ഞു, മഹാരാജാവേ, എനിക്കതിന് വലിയ വിഷമമോ ഒന്നുമില്ല. എന്നെ ഓർത്ത് അങ്ങ് വിഷമിക്കേണ്ട. അന്യഗ്രഹങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളെയാണല്ലോ സൈരന്ധ്രിമാർ എന്ന് വിളിക്കുന്നത്. ഞാൻ സൈരന്ധ്രി എന്ന പേര് തന്നെ സ്വീകരിച്ച് വിരാടരാജ്ഞിയെ പരിപാലിക്കാം. കേശാലങ്കാരം എനിക്ക് വളരെ നല്ല താല്പര്യമുള്ള ജോലിയാണ്. ആ ജോലി തന്നെ ചെയ്ത് രാജ്ഞിയായ സുദേഷണയ്ക്കൊപ്പം ഞാൻ കഴിഞ്ഞുകൊള്ളാം. അപ്പോൾ രാജ്ഞിയിൽ നിന്ന് ഒരു സംരക്ഷണം എനിക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് സന്തോഷമായി. ഓരോരുത്തരും സ്വീകരിക്കുന്ന വേഷങ്ങൾ തങ്ങളുടെ അജ്ഞാതവാസത്തിന് ഉതകുന്ന തരത്തിലായിരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ പുരോഹിതനായ ധൗമ്യ മഹർഷിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹർഷി, ഞങ്ങൾ അജ്ഞാതവാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങ് കാരണമോ നമ്മുടെ സേവകന്മാർ കാരണമോ ഞങ്ങൾ പിടിക്കപ്പെടാൻ ഇടയാകരുത്. അതിനാൽ അങ്ങ് നമ്മുടെ സേവകന്മാരെയും പാചകക്കാരെയും കൂട്ടി പാഞ്ചാല രാജ്യത്തേക്ക് പോയി അവിടെ താമസിച്ചാലും. ഇന്ദ്രസേനൻ തുടങ്ങിയ നമ്മുടെ സാരഥികൾ സേവകന്മാരെയും കൂട്ടി ദ്വാരകയിലേക്ക് പോകട്ടെ. അവിടെ ശ്രീകൃഷ്ണനുണ്ടല്ലോ. ദ്രൗപദിയുടെ സഹായികളായ സ്ത്രീകളും സേവകരും പാചകക്കാരെയും കൂട്ടി പാഞ്ചാല രാജ്യത്തേക്ക് പോകുക. ആര് ചോദിച്ചാലും ദ്വൈതവനത്തിൽ വച്ച് എല്ലാവരെയും ഉപേക്ഷിച്ച് പാണ്ഡവർ പോയിക്കളഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇക്കാര്യമൊക്കെ തീരുമാനമായി എങ്കിലും ധൗമ്യ മഹർഷിയുടെ അഭിപ്രായം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ മഹർഷി പറഞ്ഞു, നിങ്ങളിപ്പോൾ കൈക്കൊണ്ട തീരുമാനങ്ങൾ എല്ലാം നല്ലത് തന്നെ. ഇനി എനിക്ക് പറയാനുള്ളത് കൂടി ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളെല്ലാവരും കൊട്ടാരത്തിലെ സേവകന്മാരായിട്ടാണ് പോകുന്നത്. അതിനാൽ കൊട്ടാരത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ ഞാൻ പറഞ്ഞു തരാം. രാജാവിനെ ഒരിക്കലും നേരിൽ ചെന്ന് കാണരുത്. കൊട്ടാരം കാവൽക്കാരെ അയച്ച് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാവൂ. രാജാക്കന്മാരെ ഒരിക്കലും പൂർണ്ണമായും വിശ്വസിക്കരുത്. അപ്രധാനമായ ഇരിപ്പിടങ്ങളിൽ മാത്രമേ നിങ്ങൾ ഇരിക്കാവൂ. വിവേകിയായ മനുഷ്യൻ
രാജ്ഞിയുമായുള്ള ബന്ധത്തിന് ഇടവരുത്താറില്ല. അത് നിങ്ങളും പാലിക്കണം. അന്തഃപുരവുമായി ബന്ധപ്പെടുന്നവരും രാജാവുമായി ശത്രുതയുള്ളവരും ആരെല്ലാമെന്ന് തിരിച്ചറിഞ്ഞ് അവരുമായി ബന്ധപ്പെടാതിരിക്കണം. നിസ്സാര കാര്യങ്ങൾ പോലും രാജാവുമായി ആലോചിക്കാതെ ചെയ്യരുത്. നിത്യവും വണങ്ങുന്ന അഗ്നിയെയും ദേവന്മാരെയും പോലെ രാജാവിനെയും നിത്യം വണങ്ങണം. രാജാവിനോട് കാപട്യമില്ലാതെ പെരുമാറണം. അത്തരക്കാരെ രാജാവ് എന്നും കൂടെ നിർത്തും. മറിച്ചായാൽ വധിച്ചു കളയാൻ വരെ രാജാക്കന്മാർക്ക് അധികാരമുണ്ട്. അശ്രദ്ധയും അഹങ്കാരവും ക്രോധവും ഉപേക്ഷിക്കണം. സംസാരിക്കുമ്പോൾ പ്രായവും ഹിതവും അറിഞ്ഞു വേണം സംസാരിക്കാൻ. രാജാവിൻ്റെ അഭിപ്രായങ്ങളെ എതിർക്കരുത്. രാജാവിനെ എതിർക്കുന്നവരുമായി ഇടപെടരുത്. ഇത്തരത്തിൽ വേണം കൊട്ടാരത്തിൽ പെരുമാറേണ്ടത്. രാജസഭയിൽ പണ്ഡിതന്മാർ രാജാവിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ മാത്രമേ ഇരിക്കാവൂ. രാക്ഷസന്മാരുടെ സ്ഥാനം രാജാവിന് പിന്നിലാണ്. അപ്രിയമായത് എന്തെങ്കിലും രാജാവ് പറഞ്ഞാൽ അത് രഹസ്യമായി വയ്ക്കണം. അധികം സംസാരിക്കുകയോ ആരെങ്കിലും പരിഹസിക്കുന്നത് കേട്ട് സന്തോഷിക്കുകയോ ചെയ്യരുത്. സമ്മാനിതനാകുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ അപമാനിതരാകുമ്പോൾ ഏറെ ദുഃഖിക്കുകയോ ചെയ്യുന്നവർക്ക് കൊട്ടാരത്തിൽ സ്ഥാനമുണ്ടാകില്ല. ഉത്സാഹശീലനും ശൂരനും സത്യസന്ധനും ബുദ്ധിമാനും ഉദാരമനസ്കനും കർത്തവ്യനിഷ്ഠയുള്ളവനുമായ ഒരാൾക്ക് മാത്രമേ കൊട്ടാരത്തിൽ പിടിച്ചു നിൽക്കാൻ ആവുകയുള്ളൂ. ഏതൊരാളാണോ രാജാവ് ഏൽപ്പിക്കുന്ന ദൗത്യം സ്വയം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നത് അയാൾക്ക് മാത്രമേ രാജധാനിയിൽ നല്ല സേവകനാകാൻ കഴിയുകയുള്ളൂ. രാജാവ് ഏൽപ്പിക്കുന്ന ദൗത്യം നിറവേറ്റുമ്പോൾ അന്യരിൽ നിന്ന് അതിന് പാരിതോഷികം വാങ്ങുന്നവർ മ്ലേച്ഛന്മാരാണ്. ഒരിക്കലും രാജാവിൻ്റെ തൊട്ടടുത്ത് നിൽക്കാൻ പാടില്ല. രാജാവ് ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. അനർഹമായ ഒന്നിനു വേണ്ടി താൽപ്പര്യപ്പെടുന്നവൻ രാജാവിൻ്റെ ശത്രുവാണ്. രാജാവിന് അവനെ അകറ്റി നിർത്താനും വധിക്കാനും അധികാരമുണ്ട്. അതിനാൽ യുധിഷ്ഠിര, ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ പെരുമാറി നിങ്ങളുടെ അജ്ഞാതവാസകാലം വിജയകരമായി പൂർത്തിയാക്കുക. യുധിഷ്ഠിരൻ പറഞ്ഞു, മഹർഷി, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. വളരെ വിലയേറിയ ഉപദേശങ്ങളാണ് അങ്ങിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത്. മഹാജ്ഞാനിയായ വിതുരർക്കും ഞങ്ങളുടെ മാതാവായ കുന്തിദേവിക്കും മാത്രമേ ഇത്തരം മഹത്തായ ഉപദേശങ്ങൾ നൽകുവാൻ കഴിയൂ. മഹർഷി, ഞങ്ങളുടെ അജ്ഞാതവാസകാലം ആരംഭിക്കുകയാണ്. എല്ലാം ശുഭമായി പര്യവസാനിക്കുവാൻ വേണ്ടതെല്ലാം അങ്ങ് ചെയ്താലും. യുധിഷ്ഠിരൻ്റെ അപേക്ഷ സ്വീകരിച്ച് ധൗമ്യ മഹർഷി മംഗളകരമായ യാത്രയ്ക്കും തുടർന്നുള്ള ജീവിതത്തിനും ശ്രേയസ് ലഭിക്കുവാൻ വേണ്ട ഹോമങ്ങളും യാഗങ്ങളുമൊക്കെ നടത്തി. പാണ്ഡവർ അഗ്നിയെയും താപസന്മാരെയും പ്രദക്ഷിണം വെച്ച് വണങ്ങി. അനന്തരം ദ്രൗപദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അജ്ഞാതവാസകാലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. അവർ പോയിക്കഴിഞ്ഞപ്പോൾ ധൗമ്യ മഹർഷി യാഗാഗ്നിയും എടുത്തുകൊണ്ട് പാഞ്ചാലത്തേക്ക് യാത്ര തിരിച്ചു. സേവകരും പാചകക്കാരും അദ്ദേഹത്തെ പിന്തുടർന്നു. പാണ്ഡവർ ദ്രൗപദിയോടൊപ്പം നടന്നു തുടങ്ങി. യമുനാ നദിയുടെ തെക്കേ കരയിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. വനത്തിലൂടെയും നഗരങ്ങളിലൂടെയും അവർ സഞ്ചരിച്ചു. ദശാർണത്തിൻ്റെ വടക്കേ അതിർത്തിയിലൂടെ അവർ പാഞ്ചാലത്തിൻ്റെ തെക്ക് ഭാഗത്തെത്തി ശൂരസേനത്തിൻ്റെ മധ്യഭാഗത്തു കൂടി നടന്നു. അവരുടെ കയ്യിൽ വില്ലും വാളുകളും ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ ഏറെ ക്ഷീണിതരും ആയിരുന്നു. ഒടുവിൽ അവർ എല്ലാവരും മാത്സ്യരാജ്യത്തിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ആയുധങ്ങൾ ഒരു തടസ്സമാണ്. അതെവിടെയെങ്കിലും സുരക്ഷിതമായി വയ്ക്കണം. ഏറ്റവും പ്രശസ്തമായ അർജുനൻ്റെ ഗാന്ധീവം നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. മാത്രവുമല്ല, ഈ ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിൽ കൗരവർക്ക് തങ്ങളെ തിരിച്ചറിയുവാൻ എളുപ്പമായിരിക്കും. കണ്ടുപിടിക്കപ്പെട്ടാൽ ശിക്ഷകൾ ആവർത്തിക്കുകയും ചെയ്യും. കുറച്ചു ദൂരേക്ക് ചൂണ്ടിക്കൊണ്ട് അർജുനൻ പറഞ്ഞു, അതാ കാണുന്നത് ഒരു ശ്മശാനമാണ്. അവിടെ ആ കുന്നിന് മുകളിൽ ഒരു ശമീവൃക്ഷം നിൽക്കുന്നു. അതിൻ്റെ ശാഖകൾ വളരെ വീതിയുള്ളതാണ്. ആ വൃക്ഷം പടർന്ന് പന്തലിച്ചതുമാണ്. ആ വൃക്ഷത്തിൽ നമ്മുടെ ആയുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ആ വൻമരം നിൽക്കുന്നത് വനത്തിന് അടുത്തും ഇവിടെ നിന്ന് വളരെ അകലെയുമാണ്. അവിടെ വന്യമൃഗങ്ങളും വിഷസർപ്പങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. യുധിഷ്ഠിരന് അത് ബോധ്യമായി. അപ്പോൾ തന്നെ എല്ലാവരും അവരുടെ വില്ലുകളുടെ ഞാൺ അഴിച്ചു മാറ്റി. വാളുകളും അമ്പുകളും
അവനാഴികളും വില്ലിൽ വെച്ച് കെട്ടി. യുധിഷ്ഠിരൻ നകുലനെ വിളിച്ച് ആ ആയുധങ്ങളെല്ലാം ആ മരത്തിൽ കൊണ്ട് കെട്ടിവയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. നകുലൻ ആ മരത്തിൽ കയറി ആയുധങ്ങളെല്ലാം മരത്തിൻ്റെ കൊമ്പിൽ വെച്ച് കെട്ടി. എന്നിട്ട് ശ്മശാനത്തിൽ നിന്ന് ഒരു ശവശരീരം കൊണ്ടുവന്ന് ആ മരത്തിൽ കെട്ടിത്തൂക്കി. ചീഞ്ഞു തുടങ്ങിയ ആ ശവത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം മൂലം ആരും അവിടേക്ക് ചെല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം യുധിഷ്ഠിരൻ സഹോദരങ്ങൾക്ക് ഓരോ താൽക്കാലിക പേരുകൾ നൽകി. ജയൻ, ജയന്തൻ, വിജയൻ, ജയത്സേനൻ, ജയദ്ബലൻ എന്നിങ്ങനെയായിരുന്നു ആ 5 പേരുടെയും പേരുകൾ. അനന്തരം യുധിഷ്ഠിരൻ ദുർഗാദേവിയെ സ്തുതിച്ചു. അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് വിജയവും രാജ്യലാഭവും ആശംസിച്ചു. അതിനുശേഷം അവർ എല്ലാവരും കൂടി മാത്സ്യരാജ്യത്തേക്ക് യാത്രയായി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.